ഹായ് ഗെയ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ തമ്പനയിൽ കണ്ടിട്ടുള്ള പോസ്റ്റർ, അതുപോലെ തന്നെ നമ്മളെ റിപ്പോർട്ട് അല്ലേ, അതുപോലെ പടുക്കഥ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഷോർട്ട് ഫോർമാറ്റിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ തമ്പനയിൽ കാണിച്ചിട്ടുള്ള ആശയുണ്ട്, അതുപോലെ തന്നെ റബ്ബഡ് ഉണ്ട്, പിന്നെ പോസ്റ്റർ വരുന്നുണ്ട്. ആഫ്റ്റർ നമുക്ക് വരുന്നത് പടുക്കഥയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആശയം എന്ന് പറയുന്നത്, ആശയം അല്ലെങ്കിൽ ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ആശയം അല്ലെങ്കിൽ ടിപ്പണി ചോദിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ആശയം എഴുതാൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കവിതേനെ കൊടുത്തുകൊണ്ട് ആ കവിതയുടെ കവി ഓർ കവിതാക്കോ പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശയം ലിഖിയെ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടിപ്പണി ലിഖിയെ എന്ന് ചോദിക്കാം. ഇത് രണ്ടും നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഷോർട്ടായിട്ട്, അതായത് പാഠഭാഗം. അപ്പോൾ ആശയം എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ഏത് പാഠഭാഗത്തിൻ്റെയാണ് എന്നതാണ് ഫസ്റ്റ് എഴുതി വയ്ക്കേണ്ടത്. രണ്ടാമത് ആ പാഠഭാഗം എഴുതിയ ആളുടെ പേര്, ലേഖക നാം. മൂന്നാമത് കിസ് വിധാക്കി രചന, ഏത് തരത്തിലുള്ള രചനകളാണ് എഴുതേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തത് കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നുള്ള ഓർമ്മ വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹതാശാസയ്ക്ക് വ്യക്തി ബൈഡ് ഗെയർ എന്നുള്ള ചാപ്റ്റർ എടുക്കുമ്പോൾ അതിൻ്റെ ആശയം എഴുതാൻ പറയുകയാണെങ്കിൽ ലേഖകനുണ്ട്, അതുപോലെ തന്നെ അപരിചിത വ്യക്തിയുണ്ട് അല്ലേ. അപ്പോൾ അതിലെ കഥാപാത്രങ്ങളായിട്ട് 2 പേര് വരും. പിന്നെ അതിൻ്റെ വിഷയം എഴുതണം, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, അതായത് ആ മുകളിൽ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിനുള്ളിലെ വിഷയം കണ്ടൻ്റാണ് എഴുതി വയ്ക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് നമ്മൾ എഴുതി വയ്ക്കുക അതിലെ സന്ദേശമാണ്, അതായത് ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു ടിപ്പണിയിൽ എന്താണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹതാശാസെ എക് വ്യക്തി ബൈഡ് ഗെയർ എന്നുള്ള ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ദോ മനുഷ്യോം കെ ബീച്ച് മനുഷ്യത ഹോന ജറൂരി ഹെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം വേണം എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അടുത്തതാണ് റബ്ബഡ് എന്ന് പറയുന്ന സമയത്ത് റിപ്പോർട്ടാണ്, അതായത് നമ്മൾ ഏതെങ്കിലും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനായിരിക്കും അവർ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർലി ചാപ്ലിൻ്റെ ചാപ്റ്റർ എടുക്കുക, അതിൽ നോട്ട്സിൽ ഞാൻ റബ്ബഡ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വീഡിയോയിലും ചെക്ക് ചെയ്യുക. അപ്പോൾ ആ റബ്ബഡ് എഴുതുന്ന സമയത്ത് നമ്മളതിൽ ശീർഷകം അത്യാവശ്യമായിട്ട് എഴുതണം. ഇപ്പോൾ ഏതെങ്കിലും റബ്ബഡിനെ പറ്റി പറയുമ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതുക എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കണം. അപ്പോൾ പത്രത്തിലൊക്കെ ന്യൂസ് വരുന്ന സമയത്ത് നമുക്കറിയാം അതിൽ എന്താണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്, അതേപോലെ ഒരു ഹെഡിങ് കൊടുക്കുക. സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക, ദിനാങ്കം അല്ലെങ്കിൽ ദിൻ കൊടുക്കുക, ഇന്ന ദിവസം ഇന്ന ഡേറ്റിന് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട്. ദെൻ വിഷയം കൊടുക്കുക, എന്തിനെ പറ്റിയിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, വിഷയമാണ് അവിടെ കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഉപസംഹാർ, അതായത് കൺക്ലൂഷൻ കൊടുക്കുക. റിപ്പോർട്ടിന് ഇത്രയും, ഇപ്പോൾ സബ്സെ ബഡെ ഷോമാൻ ആണെങ്കിൽ ഇത്രയും വലിയൊരു ഷോമാൻ്റെ ഷോ ആയിരുന്നു, അത് അവൻ ജന്മമെടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതണം. കൺക്ലൂഷൻ നമ്മൾ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് വേണം എഴുതി വയ്ക്കാനായിട്ട്. അതിൻ്റെ ഒരു മോഡൽ അവിടെ കൊടുത്തിരിക്കുന്നത് സബ്സെ ബഡെ ഷോമാൻ കി പെഹല ഷോ, ഏറ്റവും വലിയ ഷോമാൻ്റെ ആദ്യത്തെ ഷോ. സ്ഥലം കൊടുത്തു, ദിൻ കൊടുത്തു, പിന്നെ വിഷയം കൊടുക്കുക. വിഷയം എന്ന് പറയുമ്പോൾ നമ്മളെ സബ്ജക്റ്റാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം ഉപസംഹാർ, കൺക്ലൂഷൻ കൊടുക്കുക, എന്നിട്ടൊരു ബോക്സ് ആക്കി വയ്ക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ റിപ്പോർട്ടിന് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എഴുതുന്ന സമയത്ത് റൈറ്റ് സൈഡിലൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതാണ് പോസ്റ്റർ മേക്കിംഗ്. പോസ്റ്ററിൽ നമ്മൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ശീർഷകം വേണം, ഹെഡിങ്. ഓക്കെ, അതുപോലെ തന്നെ തസ്വീര എന്ന് പറയുമ്പോൾ പിക്ചേഴ്സാണ്, ചിത്രങ്ങൾ അത്യാവശ്യമായിട്ട് വരച്ച് വെക്കണം. പിന്നെ വിഷയം, എന്തിനെ പറ്റിയിട്ടാണ് നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ ആധാരമാക്കിക്കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം അവിടെ എഴുതി വെക്കണം. സന്ദേശ് ഓർ ഉദ്ദേശ്, ഓക്കെ, അതിൻ്റെ സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉദ്ദേശം, ആ ഒരു കാര്യങ്ങൾ എന്താണെന്നുള്ള അവിടെ എഴുതി വയ്ക്കുക. ഇപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് ഈ പോസ്റ്റർ എഴുതിയിരിക്കണമെന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു സന്ദേശം അവിടെ എന്തിനാ. ഇപ്പോൾ ബാലദിവസമാണെങ്കിൽ അതിനെ പറ്റിയിട്ട് എഴുതാൻ പറയാം, അല്ലെങ്കിൽ ജാതിപ്രതയാണെങ്കിൽ ജാതി വ്യവസ്ഥയെ പറ്റിയിട്ടൊരു സന്ദേശം എഴുതി വയ്ക്കാം അല്ലേ. പിന്നെ ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്നാണെങ്കിൽ കുട്ടികൾ ബാലശ്രമനെ പറ്റിയിട്ടാണ് വരിക. അപ്പോൾ അവിടെ കുട്ടികൾ ജോലിക്ക് പോകുന്നു, അപ്പോൾ ആ ഒരു കുട്ടികൾ ജോലിക്ക് പോകുന്നുണ്ട്, അത് തടഞ്ഞുകൊണ്ട് കുട്ടികളെ പഠിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ എല്ലാം സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ 4 പോയിൻ്റെങ്കിലും നിങ്ങളവിടെ എഴുതി വയ്ക്കുക കേട്ടോ. ഇത്രയാണ് പോസ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതാണ് പടുക്കഥ എന്ന് പറയുമ്പോൾ ശീർഷകം വേണം, അതുപോലെ തന്നെ ദിൻ ദിനാങ്ക് വേണം, സ്ഥലം വേണം. സ്ഥലം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്ഥലത്തിൻ്റെ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ അവിടെ. പിന്നെ ദൃശ്യം എന്തായാലും അത്യാവശ്യമാണ് അല്ലേ. പിന്നെ
മനോവികാരം, ഇമോഷൻസ് വേണം. റോന, ഹസ്ന, ചിരിക്കുക, ചിരിച്ചുകൊണ്ട് പറയുക, കരഞ്ഞുകൊണ്ട് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സമയി, ഏത് സമയത്താണ് അത് ഷൂട്ട് ചെയ്യുന്നത്. കഥാപാത്രങ്ങളുടെ പേര്, വേഷഭൂഷ, വസ്ത്രാലങ്കാരം. പിന്നെ വിഷയ്, എന്തിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. ദൃശ്യക്ക വിവരണം, ആ ദൃശ്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണം കൂടെ നമ്മളതിൽ ആഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അതിൽ ശീർഷകമുണ്ട്. ശീർഷകം നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ദിൻ, ദിനാഗ്, സ്ഥൽ, സമയ, വേഷഭൂഷ, ഇതെല്ലാം ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് പോർഷനിലേക്ക് കടക്കുമ്പോൾ ദൃശ്യ എക് എന്ന് പറഞ്ഞ് കൊടുക്കുക, ഒന്നാമത്തെ ദൃശ്യം. അപ്പോൾ ആ ദൃശ്യത്തിൽ എന്തിനെ പറ്റിയിട്ട് വിവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ബേല ഓർ സാഹിൽ ദോനോ ദുക്കാൻദാർ കെ പാസ് പഹൂഞ്ചെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വരെ കഥാപാത്രങ്ങളുടെ പേര് എഴുതി വയ്ക്കുക. പിന്നെ അല്ലെ ബേല ഹസീസെ അല്ലെ ചിരിച്ചുകൊണ്ട് ദുക്കാൻദാർ സെ കഹ, ദുക്കാൻദാറിൻ്റെ അടുത്ത് പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എക് പെൻ സ്യാഹി ബർദോ, ഒരു പേന മഷി നിറയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആ കഥാപാത്രങ്ങളുടെ പേരുകൾ എഴുതിയിട്ട് അതിനനുസരിച്ചിട്ട് അവർ ഇമോഷൻസ് കൊടുത്തുകൊണ്ടൊരു സംവാദമാണ് അവിടെ എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു പട്കഥ എഴുതാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാം നോട്ട്സിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയത് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ പഠിക്കുക. ഒരു ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യനാണ് വരിക, ആ ക്വസ്റ്റ്യൻ അതിൽ പട്കഥയാകാം, വാർത്താലാഭാകാം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ മാക്സിമം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എക്സാം ആവാറായി. എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. എത്ര സിമ്പിളാക്കി പഠിക്കാൻ പറ്റുമോ അത്രയും സിമ്പിളാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക കേട്ടോ.